വെള്ളിയാഴ്ചയാണ്. വലിയ ലോകടി അറിയിച്ചിട്ടില്ല. ആ സമ്മേളനം കർണാടകയിലുള്ള മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, ഇതിപ്പോ എല്ലാവരും കേൾക്കുമല്ലോ, കർണാടകയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സുൽത്താനുൽ ഉലമ AP ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. നിങ്ങൾക്കറിയോ, ഖസീദത്തുൽ വിത്രിയ എന്ന് പറയുന്ന കിതാബുണ്ട്. അതുപോലെ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ല മഹാനവറുകൾക്ക് ഒരു കിതാബുണ്ട്, ഹിക്കം എന്ന് പറയും. ഖാദൽ ഹിക്കം ഖുർആന, ഖുർആനിനോട് തുല്യപ്പെടുന്ന കിതാബാണ് ഹിക്കം എന്ന് മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഹിക്കം ദർസ് നടത്താൻ ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട ഏറ്റവും വലിയ മഹാൻ, ലോകത്തില് ഇമാമുന ഷാഫി റഹിമഹുല്ലാഹൊക്കെ പഠിച്ച സ്ഥാപനമാണ് കൈറോ, അല്ലെ, ഈജിപ്തിലെ അസ്ഹർ യൂണിവേഴ്സിറ്റി. ആര് പഠിച്ചത്? ഇമാമുന ഷാഫി റഹിമഹുല്ലാഹൊക്കെ പണ്ട് കാലങ്ങളിൽ അവിടെ ദർസിൽ ഓതി പഠിച്ച സ്ഥലം അതിന്ന് യൂണിവേഴ്സിറ്റിയായി മാറി. ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ മുദരിസ് പറയാണ്, അതിനുള്ള സമ്മതം ഇന്ത്യയിലെ ഷെയ്ഖ് അബൂബക്കറിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അബൂബക്കർ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മക്കയിലും മദീനയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഞാൻ മക്കയിൽ ചെന്നപ്പോ ളുഹർ നിസ്കരിച്ചിട്ട് അവിടുത്തെ ജമലുല്ലൈലി തങ്ങൾ കുടുംബങ്ങൾ നാരിയത്ത് സലാത്ത് ചെല്ലുന്നു. എത്ര രാത്രിയായി, ഇശാ കഴിഞ്ഞ് അവിടുത്തെ 10 മണിയായി, ഇവിടുത്തെ 12 മണി, അവിടുത്തെ 10 മണി, ഇവിടുത്തെ 12 മണി. നാരിയത്ത് സലാത്ത് ഇല്ല. എത്ര? 4444. എല്ലാവരും കൂടി ചെല്ലല്ല, ഓരോരുത്തരും 4444 നാരിയത്ത് സലാത്ത്. ഞാൻ ചോദിച്ചത് എന്തിനാണ്? ഞങ്ങൾ ഷെയ്ഖ് അബൂബക്കറിന് ആഫിയത്ത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ആര് ഇവിടെ ആരെങ്കിലും അണ്ടകോടൻ ചീത്ത പറയുന്ന അണ്ടകോടനല്ല, വലിയ വലിയ മഹാന്മാർ, അവർ നാരിയത്ത് സ്വലാത്തിലാണ് നേർച്ചയാക്കിയിട്ട്. ആർക്ക്? നമ്മളെ കേരളത്തിലുള്ള സുൽത്താനുൽ ഉലമ AP ഉസ്താദ് രാവിലെ സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ ഇപ്പോഴും ആ അസുഖായതിനു ശേഷം മഹാനവറുകളുടെ സഹീഹുൽ ബുഖാരി ക്ലാസ്സിന് പങ്കെടുത്തു നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ആ സഹീഹുൽ ബുഖാരി, ആ ബുദ്ധിശക്തിക്ക് ഒരു കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ദീർഘ ആയുസ്സ് നൽകട്ടെ. ഉസ്താദിന്റെ ആഗ്രഹമാണ് ഈ റജബ് മാസത്തില് മറ്റന്നാള് 3-ാം തീയതി അല്ലേ, ശനിയാഴ്ച 3-ാം തീയതി അവിടുത്തെ മർക്കസ് സഖാഫത്ത് സുന്നിയ എന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഉമ്മയായ മർക്കസ് എന്ന സ്ഥാപനം, ബഹുമാനപ്പെട്ട റഈസ് സായിദീം CM വലിയുള്ള മഹാനവറുകൾ അവിടെ സ്ഥലം വാങ്ങണം, അവിടെ സ്ഥാപനമുണ്ടാക്കണമെന്ന് പറഞ്ഞു. എല്ലാ ഒത്താശയും ചെയ്ത ആ സ്ഥാപനത്തിന്റെ വാർഷികം, അതിന്റെ ബിരുദദാന സമ്മേളനം നമ്മുടെ ഈ കർണാടകയിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും ആ സമ്മേളനത്തിന് എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ ദിക്ർ ഹൽക്കയുണ്ട്, അവിടെ സനദ്ദാന പ്രസംഗമുണ്ട്. അവിടെ പോയാൽ ഒരാളെ ഗീബത്ത് പറയുന്നത് കേൾക്കൂല. അല്ലാഹു അങ്ങനെയുള്ള സ്വാലിഹീങ്ങൾ ഒന്നിച്ചിരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സമ്മേളനത്തിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളെയും മറ്റന്നാൾ ശനിയാഴ്ച ദിവസം ക്ഷണിക്കുകയാണ്. അല്ലാഹു കൂടാൻ തൗഫീഖ് നൽകട്ടെ. ആ സ്ഥാപനത്തിന് ഇന്ന് ഏകദേശം ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുമ്പോ മാസത്തിൽ 3 കോടിയോളം രൂപ ഇപ്പോൾ ചെലവാണ്. അതിലേക്ക് നിങ്ങളരികിലേക്ക് ആ സ്ഥാപനത്തിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോ മനസ്സറിഞ്ഞ് സഹായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.